ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭിത്തികൾ കാര്യങ്ങൾ കുറവായിരിക്കും, ബീമുകളായിരിക്കും കൂടുതൽ. അതുപോലെ ലിൻറ്റിലുകളും ബീമുകളായിരിക്കും കൂടുതൽ. അപ്പോൾ നമുക്ക് വയറിങ്ങിൻ്റെ സെക്ഷൻ നമുക്ക് കൊണ്ടുപോകുന്നതിന് ഭിത്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കിങ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അത് നമുക്ക് ലിൻറ്റിലിൻ്റെ അകത്തുകൂടി കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ നമുക്കതല്ലാതെ ഫ്ലോറിലൂടെ എങ്ങനെ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നുള്ളതാണ് വീഡിയോയാണ് നമ്മൾ ഇന്നത്തേൽ നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ 3 ഫേസിൻ്റെ DB ആണ് വെച്ചിരിക്കുന്നത്. 3 ഫേസ് DB വെച്ചിരിക്കുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് കയറിയിരിക്കുന്ന പൈപ്പുകൾ കാര്യങ്ങളെല്ലാം തന്നെ പൈലറ്റ് വയർ വലിച്ചിട്ടുണ്ട്. അതായത് ജസ്റ്റ് ഒരു വയർ വലിച്ചിട്ടുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു പൈപ്പിൻ്റെ ഈ അറ്റവും നമ്മുടെ ഏതാണോ ബോക്സിലേക്കുള്ള അറ്റവും ആ അറ്റവും തമ്മിൽ വയർ വലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വയറിലൂടെ സിമ്പിളായിട്ട് നമുക്ക് വേണ്ട വയറുകൾ, സർക്യൂട്ടിൻ്റെ വയറുകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ DB ഓൾറെഡി ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ താഴെ നിന്ന് നമ്മൾ താഴേക്ക് പൈപ്പുകൾ വെട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടേക്ക് ഫ്ലോറിലൂടെയാണ് ശരിക്കും പൈപ്പുകൾ കൊണ്ടുപോകുന്നത്. ശരിക്കും ഫ്ലോറിലൂടെ പൈപ്പ് ഇടുന്നത് അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. വേറെ വഴി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫ്ലോറിലൂടെ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാക്സിമം നമുക്ക് ഭിത്തിയിലൂടെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഭിത്തിയിലൂടെ കൊണ്ടുപോകുന്നത് തന്നെയാണ്. ഫ്ലോറിലൂടെ വേറെ മാർഗ്ഗങ്ങളില്ലാത്തതുകൊണ്ട്, അത് ബീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിത്തികളില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഈ അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്ക് ഫ്ലോറിലൂടെ എവിടേക്കാണോ സർക്യൂട്ട് ആവശ്യമുള്ളത് ഇതെല്ലാം തന്നെ ഫ്ലോറിലൂടെ പോകുന്ന 5 പൈപ്പുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതെല്ലാ പൈപ്പുകളും തന്നെ നമ്മൾ വാട്ടർ ലൈൻ ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ക്വാളിറ്റി വാട്ടർ ലൈൻ ഉപയോഗിക്കുന്ന പൈപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. 3/4 ഇഞ്ച് പൈപ്പ് എവിടേക്കാണോ നമ്മുടെ സർക്യൂട്ട് ആവശ്യമുള്ളത് അവിടേക്ക് എല്ലാവർക്കും തന്നെ സെപ്പറേറ്റ് സർക്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള ബോക്സുകളിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ ഇട്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ഈ കാണുന്ന അറിയാൻ പറ്റും വീടിൻ്റെ ബെൽറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ബെൽറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലൂടെ കറക്റ്റ് ഫിനിഷിങ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈലിൻ്റെ വർക്ക് വരുന്ന സമയത്ത് ഈ പൈപ്പ് തടസ്സമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബെൽറ്റ് കട്ട് ചെയ്ത് ബെൽറ്റിൻ്റെ സൈഡിലൂടെ എങ്ങനെയാണോ പൈപ്പുകൾ പോകേണ്ട ആ അവസ്ഥയിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ചിപ്പ് ചെയ്ത് കളഞ്ഞ് അതിലൂടെ വേണം നമുക്ക് പൈപ്പുകൾ കൊണ്ടുപോകാനായിട്ട്. ഇതുപോലെ തന്നെ എല്ലാ സർക്യൂട്ടുകളും നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും ഫ്ലോറിലൂടെ നമുക്ക് കൊണ്ടുപോകാം. ഫ്ലോറിലൂടെ ഇടുന്നതിന് മുന്നേ ഫ്ലോറിലെ കോൺക്രീറ്റിങ്ങിന് മുന്നാണ് നമ്മൾ ഈ പൈപ്പ് ഇടുന്നത്. അതെല്ലാം തന്നെ ഒരിക്കലും പൊട്ടിപ്പോകില്ല എന്നുള്ള രീതിയിലുള്ള പൈപ്പുകളായിരിക്കണം നമ്മൾ ഇടേണ്ടത്. കാരണം ലൈഫ് ലോങ് ആണ് നമ്മൾ വീട് വയ്ക്കുന്നത്. അതുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി പൈപ്പ് തന്നെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ISI പൈപ്പ് തന്നെ യൂസ് ചെയ്യുക. അത് പ്ലംബിങ്ങിൻ്റെ പൈപ്പാണെങ്കിൽ ഏറ്റവും ബെറ്റർ. നമ്മുടെ വയറിങ്ങിൻ്റെ പൈപ്പിനേക്കാൾ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതൽ പ്ലംബിങ്ങിൻ്റെ പൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊന്നും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.